എന്നെപ്പോലെ ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ? അപ്പോൾ പലപ്പോഴും നമുക്ക് ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ പോലും നമ്മുടെ ചില ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഉണ്ട് അല്ലേ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അതിനെ അരിച്ചെടുക്കാതെ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് നമ്മൾ കുടിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനെ സ്റ്റെയിൻ ചെയ്തെടുക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു നല്ല പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് മിക്സിയുടെ ജാറിലായിരുന്നു അത് അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് പറ്റിയത് ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ സിമ്പിളായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നമുക്കതിൽ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം നമ്മളൊരു നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ജാറല്ല, ഇതൊരു എന്താണ് ഫാബറിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി. കാരണം ഇത് ഒരു 2200 സംതിങ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഓഫറിനാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഷോപ്പിൽ എപ്പോഴെങ്കിലും ഓഫർ ഇടുവാണെങ്കിൽ നിങ്ങൾ ഇത് കോൺടാക്റ്റ് ചെയ്യുക. ഒരു 50% ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. അപ്പോൾ ഒരു 10,000-3500 മേളിലുണ്ടാകുന്ന വിലയുള്ള സാധനമാണ് ഒരു 2250 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ ജാറിനകത്ത് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടോപ്പറും ഉണ്ട്. അതായത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോയി ട്രാവലിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് പോർട്ടബിളാണ്. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഒറ്റ പരിപാടിയേ ഉള്ളൂ, ജസ്റ്റ് ഒരൊറ്റ പ്രസ്. ആ പ്രസ് നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടും. അപ്പോൾ ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. മസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു സംഭവം, പ്രത്യേകിച്ച് ജ്യൂസ് ലവേഴ്സിന്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് ബ്ലെൻഡറിനോടൊപ്പം ഒരു ചെറിയ ഒരു ജാറൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ചെറുതായിട്ട് ബദാമൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം, നട്ട്സ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിന് നമുക്കിത് ഉപയോഗിക്കാം. വളരെ സ്മൂത്തി ആയിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കയ്യിലുള്ളവരും കമൻറ്റ് ചെയ്യണം.